ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാർത്തിക തമ്പുരാട്ടി, ഓ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വലിയ ഒരു ചൂര പിന്നെ ഇന്നുണ്ടാവില്ല. അത് പിന്നെ ഒരു 600-650. സത്യം എന്താണെന്ന് ഞാൻ ചന്ദ്രമ്മയോട് പറയാൻ പോവാ. എനിക്കറിയാം അമ്മേ, ഞാനിത് ആരോടെങ്കിലും പറഞ്ഞ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് കരുതി നമ്മളും ഇതിന് കൂട്ടി നിൽക്കണോ? മുഹൂർത്തത്തിന് സമയം എടുക്കുന്നു. രണ്ടാൾക്കും ഇരിക്കാം. ഇതാ കുഞ്ഞോളെ, ഇതെന്തൊരു പരിപാടിയാ കുഞ്ഞോളെ? ഇവന്റെ ഒരേ ഒരു അമ്മാവനായ ഞാൻ വരുന്നതിന് മുമ്പ് ചടങ്ങൊക്കെ നടത്താവോ? ഇത്രയും നേരം കാണാത്തതുകൊണ്ട് ഞാൻ കരുതി ഏട്ടൻ വരില്ല എന്ന്. പിന്നെ മുഹൂർത്തത്തിനുള്ള സമയവുമായി. ഭദ്രൻ എന്തായാലും വന്നല്ലോ, ഇനി ചടങ്ങ് നടക്കട്ടെ. അതെ അർജുൻ, ഒരു മിനിറ്റ്. പൂജാരി, ഇനി മുഹൂർത്തം കഴിയാൻ എത്ര സമയം കൂടി ബാക്കിയുണ്ടാവും? ഇനി 10 മിനിറ്റ് കൂടിയുണ്ട്. ആ 10 മിനിറ്റിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം നിശ്ചയത്തിന്റെ കാര്യമൊക്കെ. ഭദ്രേട്ടാ, വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് ഈ ചടങ്ങ് അലങ്കോലമാക്കരുത്. ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് അർജുന്റെയും ഐശ്വര്യയുടെയും വിവാഹ നിശ്ചയത്തിനാ, ഭദ്രേട്ടന്റെ ഷോ കാണാനല്ല. എന്റെ 10 മിനിറ്റ് ഷോ നീ കാണണം. നീ മാത്രമല്ല, എല്ലാരും കാണണം. കാരണം എന്റെ ആ ഷോ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേ നിന്റെ മെഗാ ഷോ എവിടെ നടക്കാൻ പോകുന്നത്? ഭദ്ര, നീ എന്തൊക്കെയാ പറയുന്നത്? അളി, അത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, പറയാ പോകുന്നല്ലേ ഉള്ളൂ. നീ ഏത് കൊട്ടാരത്തിലെ ഏത് തമ്പുരാട്ടിയുടെ മോളാണെന്നാ പറഞ്ഞേ? ജിതേന്ദ്രവർമ്മയും കാർത്തിക തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ?
ആ, ഒന്ന് മുന്നോട്ട് നീങ്ങുന്നേ. ആ, നീങ്ങി നിക്ക്. അങ്ങ് ഓസ്ട്രേലിയയിൽ എവിടെയാണെന്നാ പറഞ്ഞേ? അതൊക്കെ ഞങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭദ്രേട്ടാ, ഭദ്രേട്ടന്റെ ഉള്ളിൽ എന്തെങ്കിലും വാശിയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അത് ഒന്നും അറിയാത്തവരോട് തീർക്കരുത്. ആ അല്ല രമേച്ചി, ഇങ്ങേർക്ക് എന്തിന്റെ കേടാ? ഇവിടെ കയറി വന്ന് ഇത്രയൊക്കെ വിളിച്ചു പറയാൻ മാത്രം ഞങ്ങൾ എന്തിനു ചെയ്തെന്നാ? കാർത്തിക തമ്പുരാട്ടി, ഓ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വലിയ ഒരു ചൂര പിന്നെ ഇന്നുണ്ടാവില്ല. അത് പിന്നെ ഒരു 600 600. തമ്പുരാട്ടി മീനിന്റെ വില പറഞ്ഞില്ല. അയ്യോ, ഭദ്രേട്ടാ, ആ, കുഞ്ഞുങ്ങോട് മിണ്ടരുത്. ദേ, ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. ആ, മാറിയുന്നേ. ദേ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇവളെ കുറിച്ചും ഇവളുടെ കുടുംബത്തെ കുറിച്ചും നന്നായിട്ട് അന്വേഷിച്ചിട്ട് ഉറപ്പിച്ചാൽ മതിയെന്ന്. ഹ, അപ്പോ നിനക്ക് അഹങ്കാരം കൊണ്ട് കിളവി. ഒന്നും മനസ്സിലായില്ലല്ലേ? ഞാൻ തുറന്നു പറഞ്ഞുതരാം. ഈ നിൽക്കുന്ന കാർത്തിക തമ്പുരാട്ടിയുടെ ശരിക്കുള്ള പേരെ മോളി എന്നാ. വെറും മോളിയല്ല, ഫിഷ് മോളി. വട്ടിയൂർക്കാവ് ചന്തയിലെ മീൻ വിൽക്കുന്ന ജോലിയാ ഈ തമ്പുരാട്ടിക്കുട്ടിക്ക്. അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കാനേ ദാ, ഇവള് വാടകയ്ക്കെടുത്ത ഈ രണ്ടിനെയും. ദേ, എന്റെ അച്ഛനും അമ്മയും ചേർത്ത് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്. ആ, അർജുൻ സാറിന്റെ അമ്മാവനാന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസവും പറയാന്ന് കരുതരുത്. ഇയാളുടെ മോളെ കൊണ്ട് ഇവനെ കെട്ടിക്കാൻ പറ്റുന്ന ചുരുക്കാണ് ഇയാൾക്ക്. തന്റെ ഈ മുട പിടിച്ച കയ്യിലിരിപ്പ് കാരണമാ ആ നടക്കാത്തത്. എടാ മീശ സുരേന്ദ്ര, എന്തോ കുഞ്ഞോളെ, ദാ, ഇവന്റെ പേര് സുരേന്ദ്രൻ, ഇവളുടെ പേര് മോളി.